Hi friends, welcome to Aaron J Vlog. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറേ നാൾക്ക് ശേഷമാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ സ്കൂളിലൊക്കെ പോകേണ്ടതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഇതിലായി. അത് കഴിഞ്ഞ് തിരിച്ച് സ്കൂളിൽ നിന്ന് കഴിയുമ്പോൾ ഹോംവർക്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അധികം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ ഫേസ് വെച്ചുള്ള വീഡിയോ കുറേ നാൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്. അത് യൂട്യൂബിൽ കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ആയി വരും. ഇപ്പം കറക്റ്റ് ആകുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ പേര് മാറ്റിയിരിക്കുകയാണ്. ആരോൺ ജെ വ്ളോഗ് എന്നാക്കിയിട്ടുണ്ട്. ആരോൺ കിഡ്സ് വേൾഡ് മാറ്റി. കാര്യം കിഡ്സ് വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കൊച്ചു പിള്ളേർക്കുള്ളത് വേണ്ടി, പക്ഷേ ഈ ഒരു ചാനൽ വന്നാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റൂബിക്സ് ക്യൂബ് സോൾവിങ് ആണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അത് ഞാനിപ്പം പഠിച്ചിട്ട് ഏകദേശം കുറച്ച് ആവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 3 ദിവസം കൊണ്ട് പഠിക്കാം, ചിലപ്പോൾ 2 ദിവസം കൊണ്ട്, ചിലപ്പോൾ 1 ദിവസം കൊണ്ട് വരെ പഠിക്കാൻ സാധിക്കുന്നതാണ്. കുറച്ച് നേരം നമ്മളൊന്ന് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് റുബിക്സ് ക്യൂബ്. ഇതിന് നേരെ ആൽഗോറിതംസ് ഉണ്ട്. അത് ആദ്യം പഠിക്കുകയാണെങ്കിൽ മാത്സ് നന്നായിട്ട് അറിയുകയാണെങ്കിൽ ഈ ഒരു ആൽഗോറിതംസ് എന്ന് പറയുന്നത് ഒരു മാത്സ് ബേസ്ഡ് അല്ല, പക്ഷെ മാത്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ക്യൂബ് എന്ന് പറയുന്നത് മാത്സിന്റെ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. പക്ഷെ ആൽഗോരിതം എന്ന് പറഞ്ഞാൽ മാത്സുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ ക്യൂബിൽ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആൽഗോരിതം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ എന്താ റൂബിക് ക്യൂബ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇതാണ് റൂബിക് ക്യൂബ്. ഇതിന്റെ അകത്ത് തന്നെ 6 കളേഴ്സ് ഉണ്ടായിരിക്കും. യെല്ലോ ആണിത്, അതുപോലെ തന്നെ ഓറഞ്ച് കാണും, ഗ്രീൻ കാണും, പിങ്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു ഇന്റർനാഷണൽ കളർ എന്ന് പറയുന്നത് റെഡ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഓർമ്മിക്കുകയാണ്, ഇത് റെഡ് ആയിട്ടാണ് കണക്കൂട്ടുന്നത്. പിന്നെ ബ്ലൂ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. സോ ടോട്ടൽ ഓഫ് 6 കളേഴ്സ് ആണ് ഇതിൽ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 6 സൈഡ്സ് ആണ് ഒരു ക്യൂബിന് ഉണ്ടാകുന്നത്. സോ 6 കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എഡ്ജസ് എന്ന് പറയുമ്പോഴത്തേന് 9 എഡ്ജസ്. ടോട്ടൽ ഓഫ് പീസസ് ഒരു കളറിന് 9 പീസസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. 3 ടോപ്പിൽ. ഇതിൽ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇതല്ല. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഈ ടോപ്പിലത്തല്ല. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ലെയർ. സെക്കൻഡ് ലെയർ ഇതാണ്. തേർഡ് ലെയർ ഇതാണ്. സോ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ ഇത് ആദ്യം ഷഫിൾ ചെയ്യാണ്. സോ ഇപ്പം കംപ്ലീറ്റ്ലി ഷഫിൾഡ് ആണ്. നിങ്ങൾക്ക് അറിയാം, ഇത് കംപ്ലീറ്റ്ലി ഷഫിൾഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഷഫിൾഡ് ആണ്. ഇനിയിപ്പോൾ എത്ര മിനിറ്റിനുള്ളിൽ എനിക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും? കാര്യം ഞാൻ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 ദിവസം ആകുന്നുള്ളൂ. സോ എത്ര നേരം കൊണ്ട് എനിക്ക് ഇത് സോൾവ് ചെയ്യാം, ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈമർ എൻ്റെ ഫ്രണ്ടിലുണ്ട്. സോ എത്ര നേരം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സോ റെഡി, 1 2 3 ആൻഡ് സ്റ്റാർട്ട്.
ഇതിപ്പോൾ സോൾവ് ആണ്. അപ്പം ടോട്ടൽ ഓഫ് എത്ര മിനിറ്റ്സ് ആണ്? ഓക്കെ 1 minute 47 seconds. അതുപോലെ തന്നെ 69 milliseconds ആണ് ഞാൻ ഇത് സോൾവ് ചെയ്യാൻ എടുത്തത് വിത്തിൻ 3 days. ഇതും കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 seconds കൊണ്ടൊക്കെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. നല്ല പ്രാക്ടീസ് ഉണ്ടാകുമ്പോൾ കുറേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നുണ്ടേ ഇത് കണ്ടോ, വെള്ളയുടെ എല്ലാം കംപ്ലീറ്റ് ആയി കണ്ടല്ലേ, വെള്ള ഫുൾ കംപ്ലീറ്റ് ആണ്. ഈ സൈഡ് നോക്കി ഓറഞ്ച് കംപ്ലീറ്റ്, ഇതിൻ്റെ ഈ രണ്ട് ഭാഗവും കംപ്ലീറ്റ് ആയി. അങ്ങനത്തെ എല്ലാ കളറും ഉണ്ട്, ഈ രണ്ട് ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കളറിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെയല്ല വെക്കണ്ടേ, എന്നിട്ട് ടോപ്പിൽ സെർച്ച് ചെയ്യുക കോർണർ പീസ്. ഇപ്പോൾ ഇവിടെ ഒരു കോർണർ പീസ് ഉണ്ട്. ഇത് എങ്ങനത്തെ കോർണർ പീസാണ്? ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അതവിടെ വരണം. ചെറിയൊരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ മനസ്സിലാവും. എവിടെ വരുന്നുണ്ട്? ഇവിടെ വരും. മിഡിൽ പീസ് നോക്കൂ. ഓക്കെ, ബ്ലൂ, ഇതെന്താണ്? പിങ്ക്, റെഡ് ആണത്. ഓക്കെ, എന്നിട്ട് ഇത് എന്താണ്? വൈറ്റ്. സോ അത് ഈ ഇരിക്കുന്ന ഭാഗത്ത് കാണും. സോ അതുകൊണ്ട് നമ്മൾ എവിടെയാണോ വെക്കേണ്ടത് ആ ഭാഗത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇപ്പോൾ ആ ഭാഗത്തിലേക്ക് സെയിമായി. കണ്ടോ, ഇപ്പോൾ അത് സെയിം ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്മൾ ഇനിയിപ്പോൾ ഒരു ആൽഗോരിതമാണ് ചെയ്യുന്നത്. ആൽഗോരിതം ഫ്രണ്ടിൽ ഞാൻ ഇട്ടേക്കാം. അങ്ങനെ ആ ആൽഗോരിതത്തിന് പകരം ഞാൻ പറഞ്ഞു തരാം ആ ആൽഗോരിതം എങ്ങനെയാണ്. ഇതന്നെ ഇവിടെ കൈ വെക്കുക. ഈ എവിടെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ മണ്ടയിൽ കൈ വെച്ച് ടോപ്പ് റൈറ്റ്, പിന്നെ താഴോട്ട് കൊണ്ടുവരിക, പിന്നെ ഇങ്ങോട്ട് വീണ്ടും ആക്കുക. കണ്ടോ, ആദ്യം നമ്മൾ ഇങ്ങോട്ട് ടോപ്പിലോട്ട് എടുത്തു, പിന്നെ ഇവിടെ നിന്ന് റൈറ്റ് ആക്കി, പിന്നെ താത്തി കൊണ്ടുവന്നു, പിന്നെയും തിരിച്ചു കൊണ്ടു. അതാണ് മെയിൻലി. ഓക്കെ, സോ അപ്പോൾ ആൽഗോരിതം മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ ആ ആൽഗോരിതം ചെയ്യാൻ. ആൽഗോരിതം ആണ് നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പം അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ആൽഗോരിതമാണ്. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എവിടെയാണത് ചെയ്തത് ഓർമ്മയുണ്ടോ? ബ്ലൂ, പിങ്ക് ആൻഡ് വൈറ്റ്. സോ ആ ടോപ്പിലെ പീസ് കണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അത് നമ്മൾ ഞാൻ ഏത് പ്രൊസസ്സാണ് പറഞ്ഞത് നിങ്ങളോട്? ഞാൻ പ്രൊസസ്സ് പറഞ്ഞില്ലേ ഉണ്ടേ? ഫസ്റ്റ് ടോപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ്, ഇതാണ് ടോപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ്. ആ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് അത് ഇവിടെ വരണം. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആ ഒരു ഭാഗം അവിടെ വരണം. ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? ഈ ഭാഗവും സെയിം ആവണം ആ ആൽഗോരിതം ചെയ്ത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഇനിയും അടുത്ത ഭാഗം, ഇനി അടുത്ത വൈറ്റ് പീസ് വരുന്ന കോർണർ പീസ്, വൈറ്റ് കളർ വരുന്ന കോർണർ പീസ് എടുക്കുക. എല്ലാം അതുപോലെ എടുക്കണം. ഓക്കെ, ഇതിപ്പം അടുത്ത് കിട്ടി ഓറഞ്ച്, ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ്. അതവിടെ വരുന്നത് ഓറഞ്ച് ഇവിടെ, ഗ്രീൻ ഇവിടെ, വൈറ്റ് ഇവിടെ. സോ അത് എവിടെ വരണം? ഇവിടെ വരണം. ഓറഞ്ച് അല്ലേ? സോ അത് നമ്മൾ അതിൻ്റെ ടോപ്പിൽ വെക്കുക. അതിൻ്റെ ടോപ്പിൽ ഇത് പിങ്ക് ആട്ടോ, അതല്ല. ബ്ലൂ, ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. ഉണ്ടേ, ഓറഞ്ചും ബ്ലൂവും പിങ്കും, വൈറ്റും. ഓറഞ്ച് ബ്ലൂവും വൈറ്റും. സോ നമ്മളത് ഞാൻ ഏത് അൽഗോരിതം ആണെന്ന് പറഞ്ഞാൽ ആ സെയിം അൽഗോരിതം ചെയ്യുക. ഓക്കെ, സോ നമ്മളിത് ഇവിടെ വരുത്തണം. അതിന് വേണ്ടി ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഇതിപ്പോൾ കണ്ടില്ലേ ഈ ഒരു ടോപ്പിലാണ്, അത് ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണ്ടേ? ടോപ്പ്. ഓക്കെ, ഈ ഒരു ആൽഗോരിതം സത്യത്തിൽ പറയാറ് ഇതിൻ്റെ ടോപ്പ്, ഈ ഒരു ആൽഗോരിതമാണ് നമ്മുടെ ത്രൂ ഔട്ട് നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവിങ്ങിലും നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ ഞാൻ സെയിം ആൽഗോരിതം ചെയ്യുക. ഓക്കെ, സെയിം ആൽഗോരിതം. എന്നിട്ട് ഇപ്പം ഈ ആൽഗോരിതം തന്നെ ചേട്ടാ ഇവിടെ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് തന്നെ ടോപ്പിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇത് കണ്ടോ? റൈറ്റ് ആയി. ഇനിയിപ്പം ഡൗൺ ടേൺ ആൻഡ് അതവിടെ കയറി. ഇനിയിപ്പോൾ നമുക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളത് ഈ രണ്ട് ഭാഗങ്ങളാണ്. ആ രണ്ട് ഭാഗവും നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ഞാൻ ഈ പറഞ്ഞ സെയിം മെത്തേഡും കൊണ്ട് സോൾവ് ചെയ്യണം. ആഫ്റ്റർ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ഫസ്റ്റ് ലെയർ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കും, വെള്ളയും കംപ്ലീറ്റ് ആയിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഈ യെല്ലോ പാർട്ടിൽ, ഈ ഭാഗത്ത് യെല്ലോ ഇല്ലാത്ത ഇതുണ്ട്, ഈ ടോപ്പിലില്ല, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്.
ഇതിൻ്റെ ഈ ഭാഗത്ത് യെല്ലോ ഇല്ലാത്ത പീസ് എടുക്കുക. യെല്ലോ ഇല്ലാത്ത ഈ പീസ് ഇവിടെ വരുന്ന പീസുകൾ, ഈ വരുന്ന പീസുകളെല്ലാം എടുക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. എന്നിട്ടിപ്പോൾ ഇതിൻ്റെ കളർ ഏതാണ്? പിങ്ക് അല്ലേ? ടോപ്പിൽ യെല്ലോ ഇല്ല, ഇവിടെ യെല്ലോ ഇല്ല, രണ്ടിടത്തും യെല്ലോ ഇല്ല. എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും യെല്ലോ വന്നാൽ അത് എടുക്കാൻ പാടില്ല, രണ്ടിടത്തും യെല്ലോ വന്നാലും എടുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു റൂളാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടാണ് വെക്കേണ്ടത്. അതിൻ്റെ സ്ട്രെയിറ്റ് വെച്ചിട്ട് ഈ ആൽഗോരിതം നമ്മൾ ചെയ്യുക. നമ്മൾ ഇപ്പം ഏത് ആംഗിളിലോട്ട്, ഇതിപ്പം ബ്ലൂ അല്ലേ? ബ്ലൂ ആണ് ഇപ്പുറത്താണ്. സോ അതുകൊണ്ട് എങ്ങോട്ട് നമ്മൾ തിരിക്കേണ്ടത്? ബ്ലൂ ഇല്ലാത്ത ഭാഗത്തോട്ട് വേണം തിരിക്കാൻ. ബ്ലൂ ഇല്ലാത്ത ഭാഗത്തോട്ട്. എന്നിട്ട് ഓക്കെ, എന്നിട്ട് ഏത് വഴിയാണ് തിരിച്ചേ? ഇതുണ്ടല്ലേ, ഇവിടെ ഇരുന്ന് തിരിച്ചു. ഇപ്പോൾ ഏത് ഭാഗത്താണ്? ഇവിടെ നിന്ന് ഈ ഭാഗമാണ് നമ്മൾ തിരിക്കുക. ഇപ്പുറത്തെ ഭാഗത്ത്, ഈ ബ്ലൂവിൻ്റെ ഭാഗത്ത് ഇങ്ങനത്തെ വേണം വരും. അപ്പോൾ അതും കേട്ടോ, അത് രണ്ടും സോൾവ് ആയി. ഇത്രയേ ഉള്ളൂ. അത് ആ ഒരു സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാം അതുപോലെ ചെയ്തു നോക്കും. നിങ്ങൾ ആ ഒരു പ്രശ്നം കൂടി സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിരിക്കും. കണ്ടോ? ഇനി നമ്മൾ എടുക്കേണ്ടത് ടോപ്പ് ലെയറാണ്. ടോപ്പ് ലെയറിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ചിലപ്പം ഒരു പോയിന്റ് മാത്രമേ കാണത്തുള്ളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഈ ഭാഗം എല്ല് പോലെ കാണും. ചിലപ്പം ഒരു ബാർ കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു ലൈൻ, അതിന് യെല്ലോ ബാർ കാണാം. ആ യെല്ലോ ബാർ കാണാൻ സാധിക്കും. അത് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ എങ്ങനെയും കാണാം, അല്ലെങ്കിൽ ക്രോസ് ഫോം ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ആ ബാർ മാത്രമായിട്ടാണെങ്കിലും ക്രോസ് ഫോം ആകും നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആൽഗോരിതം അതിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു യെല്ലോ കൂടെ നമ്മളിനി ക്രോസ് ഉണ്ടാക്കണം. ഇനിയിപ്പം എങ്ങനെ എടുക്കേണ്ടതാണ്? ഇങ്ങനെ വെക്കുക. ഇങ്ങനെയല്ലേ നമ്മൾ ക്യൂബ് പിടിച്ചിരിക്കുന്നത്. ഈ ക്യൂബ് പിടിച്ചിരിക്കുന്ന ഭാഗത്ത് ഇനി നമ്മൾ എങ്ങോട്ടാണ് ഒരു ബാർ ഉണ്ടാക്കണം? ഇവിടെ ഇനി ഒരെണ്ണം വരേണ്ടത്. ബാർ ഇങ്ങനെയല്ലേ വരണ്ടേ? എപ്പോഴും ഹൊറിസോണ്ടൽ ബാറാണ് നമ്മൾ ചെയ്യുന്നത്, വെർട്ടിക്കൽ ബാറല്ല, ഹൊറിസോണ്ടൽ ബാറാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. സോ ഇവിടാണ് അത് വരേണ്ടത്. സോ ആ ഒരു പീസ് അത് കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു പീസ് കണ്ടുപിടിക്കുക, അവിടെ വെക്കണ്ടേ? ആ പീസ് കണ്ട് ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യണ്ടേ? ഇവിടെ നിന്ന് ഇങ്ങനൊരു ട്വിസ്റ്റ് ചെയ്യുക, ഇങ്ങനൊരു ട്വിസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ആൽഗോരിതം എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ടോപ്പിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന് തിരിക്കുമ്പോൾ തന്നെ ഒരു ബാർ ഫോം ആയി. കണ്ടോ? ഇനിയിപ്പോൾ അടുത്തത് വീണ്ടും അടുത്ത എഡ്ജ്, ഇവിടെ ഉള്ള എഡ്ജ് തപ്പുക. കണ്ടോ? ഇവിടെ ഒന്നും എഡ്ജില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണത്? ആ ഒരു പ്രശ്നം വരും പലർക്കും. ഇവിടുത്തെ താഴത്തെ ലെയർ രണ്ടെണ്ണം പോയിരിക്കും. അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എവിടാണ് അതൊന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ? അതല്ലേ ഇവിടാണ്. അതെങ്ങനെ കൊണ്ടുവരാൻ തിരിച്ച് ഏറ്റവും സിമ്പിൾ വേ ആണ്. അതാണ്ട് ടോപ്പ് ചെയ്ത് സൈഡിൽ കൂടെ കൊണ്ടുവരിക. ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ആ സോൾവിങ് ആണ്. അത് നിങ്ങൾ താഴത്തെ ലെയർ എങ്ങനെ സോൾവ് ചെയ്ത് അതുപോലെ സോൾവ് ചെയ്താൽ മതി. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യെല്ലോ ക്രോസ് ഉണ്ടാകാൻ സാധ്യതയല്ല, ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇനി വേറൊരു സംഭവമാണ് നമ്മൾ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഏത് ഭാഗം കൊണ്ട് നമ്മൾ സോൾവ് ചെയ്തത് ആ ഭാഗം എടുത്തിട്ട് അതിന് ഒരു കളർ, ഈ ഭാഗമായിട്ട് സെയിം കളർ ഉണ്ടാവണം. സെയിം കളറായി. ഇനിയിപ്പോൾ ആ സെയിം കളർ ആവുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ സെയിം കളറല്ലേ ഇവിടെ വരുന്നത്. എത്ര ഭാഗത്ത് സെയിം കളറുണ്ട്? ഈ ഭാഗം ഇവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ ഈ സെയിം കളറാവുന്നത്, മൂന്നിടവും. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പ്രോസസ് ചെയ്യുക. ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഭാഗത്ത് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പ്രോസസ് ചെയ്യുമ്പം എല്ലാ ഭാഗത്തെയും ഈ സംഭവം ശരിയാവും. നമുക്ക് അതിന് ചെയ്യാം. ഇതാണ് 1 2 3 4 5 6 7. ഇത് ചെയ്യുമ്പം എല്ലായിടത്തെയും ഭാഗം സോൾവ് ആവും. സോ ഇതെല്ലാം സോൾവ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഇനിയിപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഭാഗം ശരിയാണോ നോക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആണോ നോക്കുക. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഇല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ്, വേറൊരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു ആൽഗോരിതം ചെയ്യുക. ഈ ഒരു ടോപ്പിംഗ് നമ്മൾ ലെഫ്റ്റിലോട്ടാക്കുക. എന്നിട്ട് ഈ ഒരു ബോട്ടം പീസ് നമ്മൾ ടോപ്പിലോട്ടാക്കുക, റൈറ്റിലോട്ടാക്കുക. താത്തരുത്. ഓക്കെ, അടുത്ത ഇപ്പുറത്തുള്ള പീസ് എടുക്കുക, ഇതെടുക്കുക, ഇപ്പുറത്തെടുക്കുക, താത്തുക. ഇത്രയേ ഉള്ളൂ. സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പീസെങ്കിലും
നമുക്ക് സെയിം ആയിട്ട് കാണാം. അതാണ് ഈ ഒരു പീസ് സെയിം ആണ്. ട്വിസ്റ്റ് ആയിരിക്കും കാര്യം ഗ്രീൻ ഗ്രീൻ, പിങ്ക് പിങ്ക്, യെല്ലോ ആൻഡ് യെല്ലോ. സോ ഇത്ര ഇവിടെ സോൾവ് ചെയ്യാം. സോ ഇനി ആ ഭാഗത്ത് വെച്ച് നമ്മൾ വേറെ പ്രോസസ്സ് ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ആ ഭാഗത്ത് പിടിച്ചിട്ട് ചെയ്യുക. വേണ്ടേ, അത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ഭാഗത്തെ എല്ലാം കറക്റ്റ് പൊസിഷനിലാവും. കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഈ ഭാഗങ്ങൾ, ഈ എഡ്ജ് പീസസ് സോൾവ് ചെയ്യണം. കോർണർ പീസസ് അതെങ്ങനെ സോൾവ് ചെയ്യാം? വേണ്ടേ, ഇങ്ങനെ ഇരിക്കുന്ന ഇതിന് കംപ്ലീറ്റ്ലി ട്വിസ്റ്റ് ചെയ്ത് ഈ ഒരു അടിയിലായിരിക്കണം യെല്ലോ നെക്സ്റ്റ് വേണ്ടത്. യെല്ലോ താഴെ വന്നതിന് ശേഷം ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്തില്ലേ, ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്തു, ആ പ്രോസസ്സ് ഇതിൽ അപ്ലൈ ചെയ്യുക. ആ സെയിം പ്രോസസ്സ് ഇതിൽ ആഡ് ചെയ്യുക. അത് താഴത്തത് സെയിമായി. അടുത്തത് നമ്മൾ ചേഞ്ച് ചെയ്തത് പകരം അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. എവിടെയാണ് സോൾവ് ചെയ്യേണ്ടത് അത് ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് ആ സെയിം പ്രോസസ്സ് ചെയ്യുക. ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ചത്. ഓക്കെ, അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ എല്ലാ പീസസും സോൾവ് ആയിരിക്കും. ഓക്കെ, ഇതിലിപ്പം മുഴുവനായിട്ട് സോൾവ് ആണ്. ഇതൊന്ന് സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ റൂബിക്സ് ക്യൂബ് സോൾവ് ആയിരിക്കും. ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്, ബിഗിനർ മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്, അല്ലെങ്കിൽ ലെയർ ബൈ ലെയർ സോൾവിങ് എന്നാണ് ഇത് പറയുന്നത്. ഇപ്പോൾ എല്ലാ ഭാഗവും സോൾവ് ആണ്. ഇത്രയേ ഉള്ളൂ. ചില സമയത്ത് നമ്മുടെ ഫ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഇങ്ങനെ ഫ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ എത്ര തിരിച്ചു വെച്ച് ചെയ്താലും ആവത്തില്ല. ആ സമയത്ത് ജസ്റ്റ് ഫ്ലിപ്ഡ് പീസാണ്. ഇതൊരു ഫ്ലിപ്ഡ് പീസ് ആയതുകൊണ്ട് തന്നെ ട്വിസ്റ്റിംഗ് ക്യൂബ് ഉള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് ഇത് ട്വിസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ഇരിക്കുന്നത് ജസ്റ്റ് സ്ട്രെയിറ്റ് ആകും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനുള്ള ആവശ്യം. കുറച്ച് ആൽഗോരിതംസ് മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ ദിസ് ഇസ് ആരോൺ സൈനിങ് ഔട്ട് ഫ്രം ആരോൺ ജി വ്ലോഗ് ആൻഡ് ഹോപ്പ് യു ഗൈസ് ടേക്ക് കെയർ. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. നമുക്ക് ഈ ഒരു ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ ഇതിൻ്റെ വിശദമായിട്ട് നല്ല രീതിയിൽ ഞാൻ വീണ്ടും ഒന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞാനിപ്പം സ്പീഡ് സോൾവിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ സ്പീഡ് സോൾവിങ് പഠിപ്പിക്കാം. 30 seconds കൊണ്ട് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് നാളെ കാണാം. ബൈ.